അനന്തരാവകാശ സമ്പത്ത് അല്ലെങ്കിൽ അനന്തര സ്വത്ത് വിഹിതം വെക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വിഷയമാണത്. അത് തന്നെ ഒരാളുടെ ജീവിതകാലത്ത് ഒരാൾക്ക് അയാളുടെ സമ്പത്ത് അവകാശികളായ ആളുകൾക്ക് മുഴുവനായി വീതം വെച്ച് കൊടുക്കാൻ പറ്റുമോ ഇല്ലേ? ഇത് പല ആളുകളും പലപ്പോഴായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇവിടെ സഹോദരങ്ങളെ, അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ മൊത്തത്തിൽ പറഞ്ഞത് അത് അനുവദനീയം തന്നെയാണ്. ഇപ്പം ഞാൻ മരിച്ചാൽ കിട്ടുന്ന സ്വത്താണ് ശരിക്കും അനന്തരാവകാശം. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അനന്തരാവകാശം എന്ന് പറഞ്ഞ ആ പ്രയോഗം തന്നെ എന്താണ്? അനന്തരമായി കിട്ടുന്ന അവകാശം. അനന്തരം എന്ന് പറഞ്ഞാൽ ഏതിനനന്തരം? മരണാനന്തരം. ഞാൻ മരിച്ചതിൻ്റെ ശേഷം വിഹിതം വെക്കുന്നതേ അനന്തരാവകാശ സ്വത്തായി പരിഗണിക്കപ്പെടുകയുള്ളൂ. അതേ അവസരത്തിൽ ഞാൻ എന്ത് ചെയ്യാണ്? ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ ഒരാൾ, അദ്ദേഹത്തിന് പല ചിന്തകളുണ്ടായിരിക്കാം, അതിനദ്ദേഹത്തെ പ്രേരിപ്പിച്ച പല കാരണങ്ങളുണ്ടായിരിക്കാം. ആ കാരണങ്ങളൊക്കെ വിലയിരുത്തപ്പെടേണ്ടതുണ്ട്. അതിൽ ശർഈയായി അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു നിയമത്തെ കാറ്റിൽ പറത്തുക എന്ന ഉദ്ദേശത്തോടുകൂടെയോ, അതായത് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ശരീഅത്തിൽ അനന്തര സ്വത്തിന് ചില നിയമങ്ങളുണ്ട്, അതുപോലെ തന്നെ അവകാശികൾക്ക് കിട്ടേണ്ടുന്ന ചില ബാധ്യതകളും അതുപോലെ തന്നെയുള്ള കാര്യങ്ങളൊക്കെ വിശദമായി ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ആ തത്വങ്ങളെ ഏതെങ്കിലും വളരെ തന്ത്രത്തിലോ മനഃപൂർവമോ ഉപായത്തിലോ ഒക്കെ ഇതിലൂടെ അങ്ങ് നടപ്പിലാക്കാം. ആ തന്ത്രങ്ങളൊക്കെ തനിക്ക് തൻ്റെതായ ചില ഉദ്ദേശങ്ങൾ ഉള്ളിൽ വെച്ചുകൊണ്ടാണ് ഒരാൾ ജീവിതത്തിൽ ശറഈന്റെ നിയമങ്ങളെ ഹനിക്കുന്ന വിധത്തിലുള്ള ചിന്തകളാണ് ഒരാളെ ഇതിന് പ്രേരിപ്പിക്കുന്നതെങ്കിൽ, അതാണ് ചുരുക്കത്തിൽ ശറഈന്റെ നിയമങ്ങളെ ഹനിച്ചു കളയുന്ന വിധത്തിലുള്ള ഏതെങ്കിലും ഒരു ചിന്തയാണ് ഇയാൾക്ക് മനസ്സിലുള്ളതെങ്കിൽ അത് പാടില്ല, അത് ഹറാമാണ്, നിഷിദ്ധമാണ്. അതേ അവസരത്തിൽ ഒരാൾ എന്ത് ചെയ്യാണ്? ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ അയാൾ വിചാരിക്കുകയാണ്, ഞാൻ എൻ്റെ സമ്പത്ത് മുഴുവനും ഇപ്പം തന്നെ അവകാശികൾക്കാൻ വീതിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ആ വീതിച്ചു കൊടുക്കുന്നതിന് ഇവിടെ അനന്തരസ്വത്ത് വിഹിതിക്കൽ എന്ന് നമുക്ക് പറയാൻ കഴിയൂല. കാരണം അയാൾ മരിച്ചിട്ടില്ലല്ലോ. അപ്പം അതുകൊണ്ട് അത് ഏത് ഗണത്തിലേ പിന്നെ വരികയുള്ളൂ. പിന്നെ വരുന്നത് അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഒരു ദാനമായിട്ട്, ഇഷ്ടദാനമായിട്ടാണ് അയാൾ അത് പരിഗണിക്കേണ്ടത്. പക്ഷെ അവിടെയും ചിന്തിക്കപ്പെടേണ്ടുന്നൊരു കാര്യം, ഈ വിഷയം പണ്ഡിതന്മാർ പറഞ്ഞത് അവിടെ നീതി പാലിക്കണം എന്നുള്ളതാണ്. എന്താണ് നീതി എന്നുള്ളതും അവിടെ ഒരു വിഷയമാണ്. ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ ഒരാൾ എന്ത് ചെയ്യാണ്? ഒരാളുടെ ചിന്ത എന്താണ്? ഇപ്പം ഇങ്ങനെ വീതിക്കുന്നത്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഈ അവകാശികൾ മക്കളൊക്കെ തമ്മിൽ പരസ്പരം ചിലപ്പോൾ ശണ്ട കൂടും, അവരതിൻ്റെ പേരിൽ കേസും വക്കാണവും വഴക്കൊക്കെ ആവാൻ സാധ്യതയുണ്ട് എന്ന് പേടിച്ചിട്ടാണ് ഒരു രക്ഷിതാവ് അങ്ങനെ ഇത് ജീവിതകാലത്ത് തന്നെ ശരി, എന്നാൽ അതിനൊന്നും ഇടവരുത്തേണ്ടതില്ല, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അങ്ങ് വീതിച്ചു കൊടുത്തേക്കാം എന്ന് ഒരു രക്ഷിതാവ്, ഒരു വ്യക്തി ഉദ്ദേശിക്കുന്നതെങ്കിലോ, അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ പെട്ടെന്നത് വീതിക്കലല്ല വേണ്ടത്. പണ്ഡിതന്മാർ പറയുന്നത് അങ്ങനെ അനുവദനീയമാണെങ്കിലും അങ്ങനെ വീതം വെക്കാതിരിക്കലാണ് നല്ലത്. അയാൾ മരിച്ചു പോയിട്ട് അവകാശികളായിട്ട് ആരാ ഉണ്ടാവുക എന്നറിയില്ലല്ലോ. അപ്പം അതുകൊണ്ട് അങ്ങനെ വീതിക്കാതിരിക്കലാണ് നല്ലത് എന്നാണ് പണ്ഡിതന്മാർ അതിൽ പറയുന്നത്. എന്താ കാരണം? ഒന്ന്, ഈ കാരണം ഇതാണെന്ന് വിചാരിക്കുക, എന്ത്, ഈ ആളുകൾ മക്കൾക്ക് തമ്മിൽ പരസ്പരം ശണ്ട കൂടാനും അവർക്ക് തമ്മിൽ വഴക്കും വെക്കാനൊക്കെ ഉണ്ടാകാൻ സാധ്യത ഉണ്ടാകുമെന്നാണോ? എങ്കിൽ അയാൾ ചെയ്യാൻ ഏറ്റവും നല്ലതെന്താ? പെട്ടെന്ന് സ്വത്തോഹരിയൊക്കെ അല്ല, ആ മക്കളെ വിളിച്ചിട്ട് ഉപദേശിക്കണം. മക്കളെ നല്ല സതുപദേശം കൊടുക്കാൻ, നസീഹത്തോടുകൂടെ, മക്കളെ എൻ്റെ ശേഷം എനിക്ക് നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ ഒരു ഭീതിയുണ്ട്, നിങ്ങൾ ആരും അങ്ങനത്തെ ഒരു പ്രശ്നത്തിൽ ഇടപെടരുത്, ഇസ്ലാമികമായ നിയമം അനുസരിച്ച് തന്നെ നിങ്ങളത് കൈകാര്യം ചെയ്യണം, ഒരിക്കലും നിങ്ങൾക്കിടയിൽ ഇസ്ലാമിന് നിരക്കാത്ത ഏതെങ്കിലും ഒരു സംസാരത്തിൻ്റെ സൂചന പോലും ഈ വിഷയത്തിൽ ഉണ്ടാകരുത് മക്കളെ എന്ന് ജീവിച്ചിരിക്കുന്ന കാലത്ത് നല്ല നസീഹത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ വേണമെങ്കിൽ ഈ രക്ഷിതാവിന് എന്ത് ചെയ്യാം? മക്കളെ, എനിക്ക് അഭിപ്രായം പറയാനുള്ള ചില കാര്യങ്ങളുണ്ട്, നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തോളുണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് റെക്കോർഡിക്കലായി തന്നെ, അല്ലെങ്കിൽ ഒരു കടലാസിൽ കൃത്യമായി തന്നെ എഴുതിയിട്ട് മക്കളെ ഏൽപ്പിക്കുക. അതാണ് വാപ്പക്ക് നിങ്ങളോട് ഈ വിഷയത്തിൽ നിർദ്ദേശിക്കാനുള്ള നിർദ്ദേശങ്ങൾ ഇതൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞ് അപ്പം അവർക്ക് ആ നിലക്കൊക്കെ അവരെ മാറ്റിയെടുക്കലാണ് വേണ്ടത് എന്നുള്ളതാണ് ആ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം.
ഇനി മാത്രമല്ല, അങ്ങനെ വീതിക്കാതിരിക്കലാണ് ഉത്തമെന്ന് പറയാനുള്ള മറ്റൊരു കാരണം എന്താ? മറ്റൊരു പ്രധാനപ്പെട്ട കാരണം, ഞാൻ എത്ര കാലം ജീവിച്ചിരിക്കാന്ന് എനിക്കറിയോ? ഞാൻ എൻ്റെ ജീവിതകാലത്ത് തന്നെ എൻ്റെ സമ്പത്ത് മുഴുവനായുകൊണ്ട് വീതിച്ചു. ഞാൻ പിന്നെ എത്ര കാലം, ഒരുപക്ഷെ ഒരുപാട് കാലം ഞാൻ ജീവിച്ചേക്കാം. എനിക്കെന്താണ് എൻ്റെ ചെലവ് നടത്താൻ ഞാൻ പിന്നെ എന്തു ചെയ്യും? എല്ലാവർക്കും ഞാൻ അങ്ങോട്ട് വീതിച്ചു കൊടുത്തു. മക്കൾക്കുള്ളതും ഒക്കെ ആണ് വീതിച്ച് എല്ലാവർക്കും കൊടുത്തു. എൻ്റെ കൈ ശൂന്യ, ഒന്നുമില്ല. എന്നും ഈ മക്കൾക്ക് ഒരേ ചിന്ത ഉണ്ടാവോ? ബാപ്പനെ നോക്കണം, ഉമ്മനെ നോക്കണം എന്ന ചിന്ത ഉണ്ടാവോ? ഇവർക്ക് മനസ്സ് മാറിക്കൂടെ? ഈ വ്യക്തിക്ക് ഒരുപാട് കാലം അള്ളാഹു ആയുസ് കൊടുക്കുകയാണെങ്കിലോ, ഇനി അയാൾ രോഗിയായിട്ട് ഒരുപാട് കാലം കിടക്കേണ്ടി വരികയാണെങ്കിലോ, മക്കൾ തിരിഞ്ഞു നോക്കുന്നില്ല. അങ്ങനെ ഉണ്ടാവാലോ? ആരും നോക്കാനില്ല. സ്വത്തോ ചികിത്സിക്കാനും പണല്ല, നിത്യച്ചെലവിനും പൈസല്ല. എന്തേ കാരണം? ഒക്കെ കൊടുത്തുപോയി. ഇയാളുടെ കൈ ശൂന്യമാണ്. എന്തു ചെയ്യും? ആരിയാളെ സഹായിക്കും? അതൊരു അപകടമല്ലേ? അതും വളരെ പ്രധാനപ്പെട്ടതായി ആലോചിക്കണം. അതുകൊണ്ട് ആ പണിക്ക് നിൽക്കാതിരിക്കലാണ് നല്ലത്. ജീവിച്ചിരിക്കുമ്പോൾ അങ്ങനെ കൊടുക്കണ്ട. അതേ അവസരത്തിൽ മക്കൾക്കിടയിൽ ആവശ്യങ്ങളുള്ള സന്ദർഭങ്ങളൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യുക? കൊടുക്കുക. അങ്ങനെ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുക? നീതി പാലിക്കുക. അവിടെ കല്യാണം കഴിഞ്ഞ ആളാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ നീതി പാലിക്കുക. ഇനി അതല്ല, നിർബന്ധമായ ചില അനിവാര്യ കാരണങ്ങൾ ഉണ്ടെങ്കിൽ ഒരാൾക്ക് കൊടുക്കുന്നതിനേക്കാൾ അപ്പുറം മറ്റേ ആൾക്ക് ദാനമായിട്ടൊക്കെ കൊടുക്കാം. ഒരു മോൻ വികലാംഗനാണ്, അല്ലെങ്കിൽ ഒരാൾക്ക് സാമ്പത്തിക ശേഷി ഇല്ല, അവൻ കൂടുതൽ പഠിച്ചിട്ടൊന്നുമില്ല, മറ്റുള്ളവരൊക്കെ ഫീസ് കൊടുത്ത് പഠിപ്പിച്ചവർ നല്ല ശമ്പളക്കാരാണ്, അങ്ങനെയൊക്കെ വ്യത്യാസം ഉണ്ടാവുമല്ലോ. അതൊക്കെ ശർഈയായി അള്ളാഹു അനുവദിക്കുന്ന, നമുക്ക് ഏറ്റവ്യത്യാസം സ്വീകരിക്കാവുന്ന നിലക്കുള്ള പ്രത്യേകമായ കാര്യങ്ങളാണ്. അതൊന്നുമില്ലാതെ ഒരാളോട് എനിക്ക് മനസ്സിലൊരു ഇഷ്ടം, മറ്റേ ആളോടൊരു ഇഷ്ടക്കുറവ്, എന്നിട്ട് നമ്മൾ ദാനം ചെയ്യുന്നിടത്തു പോലും നമ്മൾ അങ്ങനെ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് അത് തിരിച്ചു കൊടുക്കാനാണ് പറഞ്ഞത്. അപ്പൊ അതൊക്കെ ഇതിൽ ഗൗരവമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരാൾ എത്ര കാലമാണ് ജീവിച്ചിരിക്കുക എന്നൊന്നും അറിയില്ല. ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ മുഴുവൻ അങ്ങോട്ട് അങ്ങനെ വിഹിതം വെച്ച് കഴിഞ്ഞാൽ ഇയാൾ ഇന്ന് എത്ര ലോകത്ത് സഹോദരങ്ങളെ, നമ്മളൊക്കെ ഇന്ന് ഈ കാലഘട്ടത്തിൽ എത്ര സംഭവങ്ങൾ നമ്മൾ വായിച്ചു. ബാപ്പനെ ആട്ടി പുറത്താക്കിയിരിക്കുകയാണ്. കാരണം വീടും സ്വത്തും ഒക്കെ മക്കളെ പേരില്ല. അപ്പൊ അതൊന്നുമില്ല, അയാൾ ആട്ടിപ്പുറത്താക്കി, അയാൾ തെരുവിൽ നിന്നെങ്ങാണ്ട് എനിക്കെന്തെങ്കിലും സഹായിക്കാമോ, എൻ്റെ മക്കൾ എന്നെ പുറത്താക്കിയതാണെന്ന് പറഞ്ഞുകൊണ്ട് ബോർഡ് എഴുതി വെച്ച സംഭവങ്ങൾ വരെ ഈ കേരളക്കര കണ്ടില്ലേ? അപ്പൊ അതുകൊണ്ട് അതിന് പോകാതിരിക്കലാണ് നല്ലതെന്ന് പണ്ഡിതന്മാർ അതാണ് പറയാനുണ്ടായ കാരണം. മാത്രമേ ഇനി അതിൽ വേറൊന്ന് വരാനുള്ളത്, ഒരാള് ഇങ്ങനെ വിഹിതം വെക്കുന്നത് എന്തിനാ? അയാൾക്കൊരു ദുരുദ്ദേശം ഉണ്ട് എന്ന് വിചാരിക്കുക. അതെന്താ? യഥാർത്ഥമായ അവകാശികൾക്ക് ശരിക്കുള്ളതാണ് കിട്ടരുത്. അങ്ങനെ കിട്ടാതിരിക്കാനാണെങ്കിലോ, ഇപ്പൊ ഉദാഹരണം, ഒരാൾക്ക് പെൺമക്കൾ മാത്രമുള്ളത്, അയാൾക്ക് പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ, വേറെ അവകാശികളായിട്ട് വേറെ ആരും ഇയാൾ മരിച്ചാലില്ല, പിന്നെ ആരാ ഉള്ളത്? പിന്നെ അങ്ങനത്തെ ഒരവസ്ഥ വരുന്നിടത്തൊരു മസലുണ്ട്. പിന്നെ ഇയാളുടെ ബ്രദേഴ്സിനാണ് പിന്നെ സ്വത്ത് കിട്ടുക. ഈ പെൺകുട്ടികൾക്ക് കിട്ടേണ്ട സ്വത്ത് കഴിച്ച് ബാക്കി വിഹിതം ആർക്ക് പോകും? ബ്രദേഴ്സിന് പോകും. അപ്പൊ ഇയാൾ ചിന്തിക്കാൻ, എൻ്റെ ജ്യേഷ്ഠന്മാര് അല്ലെങ്കിൽ എൻ്റെ അനുജന്മാര്, എൻ്റെ സഹോദരങ്ങൾക്ക് സ്വത്ത് കിട്ടരുത്, എൻ്റെ കിട്ടുന്ന സ്വത്തൊക്കെ എൻ്റെ പെൺകുട്ടികൾക്ക് തന്നെ പോട്ടെ. അതിപ്പോൾ അങ്ങനെ കൊടുത്തിട്ടില്ലെങ്കിൽ എൻ്റെ പെൺകുട്ടികൾക്ക് കിട്ടുന്നതിൻ്റെ ബാക്കി പിന്നെ സഹോദരങ്ങൾക്ക് പോകും, കിട്ടുന്നത് മുഴുവൻ എൻ്റെ പെൺകുട്ടികൾക്ക് തന്നെ കിട്ടട്ടെ എന്ന് വിചാരിച്ച് ആ സഹോദരങ്ങളുടെ അവകാശം തടയലാണ് ഇപ്പൊ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ തിരക്കൂട്ടി എല്ലാ സ്വത്തുമാണ് വീതിക്കുന്നതിൻ്റെ ഉദ്ദേശമെങ്കിലോ അത് നിഷിദ്ധമാണ്, ഹറാമാണ്. വേറൊരു വശവും കൂടി ഈ മനുഷ്യൻ ചിന്തിക്കണ്ടേ? ഈ ഒരവസ്ഥയിൽ ഇയാളാണ് മരിക്കുകയാണ് വിചാരിക്കുക, ഇയാളാണ് മരിച്ചാൽ ഇയാളുടെ ഈ പെൺമക്കളെ ബാപ്പന്റെ സ്ഥാനത്ത്, ഒരു രക്ഷാകർത്താവിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് പരിലാളിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യേണ്ട ബാധ്യത തൻ്റെ ഈ സഹോദരങ്ങൾക്കല്ലേ ഉള്ളത്. അങ്ങനത്തെ ആ സഹോദരങ്ങൾക്ക് ചില്ലിക്കാശ് കിട്ടരുത് എന്ന് വിചാരിച്ചിട്ട് ഞാൻ ജീവിതകാലത്ത് തന്നെ ഒക്കെ ഓതി വെച്ചു കൊടുത്താലോ? അത് നിഷിദ്ധമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു അവകാശിയുടെ അവകാശം തടയണം എന്ന ഉദ്ദേശമാണുള്ളതെങ്കിൽ ഇത് ഹറാമാണ്. വേറെയും മസലയുണ്ട്, വേറെയും വിഷയം അതിലുണ്ട്. ഇപ്പൊ സഹോദരങ്ങൾക്ക് മാത്രമല്ല, ചില രക്ഷിതാക്കൾ ചിലപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും, മരിച്ചിട്ടിപ്പോ സ്വത്ത് വീതം വെക്കുമ്പോ ഇപ്പൊ ഇസ്ലാമികമായ നിയമം അനുസരിച്ച് പെൺകുട്ടികൾക്ക് ആൺകുട്ടികളെ പകുതിയല്ലേ കിട്ടുള്ളൂ, എന്നാൽ ജീവിതകാലത്ത് ഞാൻ മുഴുവൻ എല്ലാവർക്കും തുല്യമാണ് കൊടുത്തേക്കാൻ, ആൺമക്കൾക്ക് ഇപ്പൊ അത്രയൊന്നും കിട്ടണ്ട, ആൺമക്കൾക്കും പെൺമക്കൾക്കൊക്കെ തുല്യം കിട്ടിയാൽ മതി എന്ന ഉദ്ദേശമാണ് ഇയാൾക്ക് വീതം വെക്കുമ്പോഴുള്ളതെങ്കിലോ ആ വിഹിതം വെക്കലും നിഷിദ്ധമാണ്, ഹറാമാണ്. എന്താ കാരണം?
അള്ളാഹു നിശ്ചയിച്ച നിശ്ചയമാണിത്. അനന്തരാവകാശ നിയമത്തിൽ തൻ്റെ മരണശേഷമുള്ള സമ്പത്തിൽ ആർക്കൊക്കെ എത്ര വിഹിതം കിട്ടണം എന്നുള്ളത് ലോകത്ത് ഏതെങ്കിലും ഒരു കമ്മിറ്റി കൂടി നിശ്ചയിച്ച തീരുമാനമല്ല. സൂറത്തുൻ നിസായിൽ ശുദ്ധ ഖുർആൻ നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. 2 കഷ്ണം 2 പേജുകൾ മുഴുവൻ സൂറത്തുൻ നിസായിൽ ഈ വിഷയമാണ് പറയുന്നത്. ആ വിഷയങ്ങൾ, നിയമങ്ങളൊക്കെ അങ്ങനെ ഓരോരുത്തർക്ക് കിട്ടേണ്ട അവകാശങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ആ ആയത്ത് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? 2 ആയത്തുകളിലൂടെയാണ് അവസാനിപ്പിക്കുന്നത്. അതെന്താ? ശരിക്കും ശ്രദ്ധിക്കാൻ നമ്മൾ. തിൽക ഹുദൂദുല്ലാഹ് വമൻ യുതിഇല്ലാഹ വറസൂലഹു യുദ്ഖിൽഹു ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ വദാലികൽ ഫൗസുൽ അദീം വമൻ യഅസില്ലാഹ വറസൂലഹു വയതഅദ്ദ ഹുദൂദഹു യുദ്ഖിൽഹു നാറൻ ഖാലിദൻ ഫീഹാ വലഹു അദാബും മുഹീൻ. സൂറത്തുൻ നിസാ 13-14 ആയത്തുകൾ. എന്താ അതിന് പറയുന്ന ചുരുക്കം എന്താണ്? ഈ നിയമങ്ങളൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർക്ക് കിട്ടേണ്ട അവകാശമൊക്കെ പറഞ്ഞിട്ട് പറയാണ് തിൽക ഹുദൂദുല്ലാഹ്. ഇതൊക്കെ അള്ളാഹ് നിശ്ചയിച്ച അതിർവരമ്പുകളാണ്. ഇത് അള്ളാന്റെ തീരുമാനമാണ്, റബ്ബിന്റെ ശർഈയായ തീരുമാനമാണ്, അവന്റെ നിയമമാണ്. വമൻ യുതിഇല്ലാഹ വറസൂലഹു, അള്ളാനെയും അള്ളാന്റെ റസൂലിനെയും ആര് അനുസരിക്കുന്നുവോ അവനെ അടിഭാഗത്തുകൂടെ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന തോട്ടങ്ങളിൽ, സ്വർഗങ്ങളിൽ അവനെ പ്രവേശിപ്പിക്കുന്നതാണ്. അവരതിൽ നിത്യവാസികളായിരിക്കും. അതാണ് വമ്പിച്ച വിജയം. അതേ അവസരത്തിൽ ആര് അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരണക്കേട് കാണിക്കുന്നുവോ ആ അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ള അതിർവരമ്പുകളെ ആര് ലംഘിക്കുകയും ചെയ്യുന്നുവോ, വിട്ടുകിടക്കുന്നുവോ, യുദ്ഖിൽഹു നാറൻ ഖാലിദൻ ഫീഹാ വലഹു അദാബും മുഹീൻ. അവനും നരകം തന്നെയാണെന്നാണ് വളരെ ഗൗരവത്തോടെ അള്ളാഹു ഇത് പറഞ്ഞിരിക്കുകയാണ്. ശാശ്വതത്വമായിരിക്കും എന്ന് പറഞ്ഞിട്ട് വലഹു അദാബും മുഹീൻ. കാരണം അതവൻ കുഫർ വന്നു പോകല്ലേ, അള്ളാന്റെ നിയമം അത് ശരിയായില്ല എന്നല്ലേ ഇപ്പം അതിൻ്റെ അർത്ഥം. അള്ളാഹ് എന്താ അങ്ങനെ നിയമം നിശ്ചയിച്ച് അതിനേക്കാണൊക്കെ വിവരം എനിക്കാണ് എന്നതല്ലേ ഇപ്പം അതിൻ്റെ അർത്ഥം. അപ്പം അതുകൊണ്ട് ആ നിയമത്തിൽ നിന്ന് ചുളുവിൽ രക്ഷപ്പെടണം എന്ന ഉദ്ദേശാർത്ഥമാണ് ഇങ്ങനെ തന്ത്രം പ്രയോഗിച്ചതാണോ എങ്കിൽ വലഹു അദാബും മുഹീൻ, അവന് അതിനിന്ദ്യമായ ശിക്ഷയായിരിക്കും ഉണ്ടാവുക എന്നുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ഏതെങ്കിലും ഒരു നിയമത്തെ ഹനിക്കുവാനുള്ള സൂത്രപ്രയോഗമാണെങ്കിലും ഈ സംഗതി പാടില്ല. മഹാരഥന്മാരായ പണ്ഡിതന്മാരോട് ഈ വിഷയത്തിലൊക്കെ ഫത്വകൾ ചോദിച്ചപ്പോൾ ഇങ്ങനെ ബാപ്പ ഞങ്ങളെ ജീവിതകാലത്ത് തന്നെ ഇങ്ങനെ സ്വത്ത് വിഹിതം വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് ലജ്നത്തുദ്ദായിമയോട്, ഹറമിലുള്ള പണ്ഡിതന്മാരോട് ഫത്വ ചോദിച്ചപ്പോൾ അവര് മറുപടി പറഞ്ഞതിൻ്റെ അവസാന ഭാഗത്ത് എന്താ ഉള്ളതെന്നറിയോ? നൻസഹു വാലിദക്, എൻ്റെ ബാപ്പയോട് ഞങ്ങൾ നസീഹത്തോടുകൂടെ ബാപ്പാനോട് പറയാനുള്ളത് ജീവിതകാലത്ത് ദയവായി സ്വത്ത് ഓഹരി വെക്കാതിരിക്കലാ നല്ലത്. കാരണം ഫറുബ്ബ മഹ്താജ ഇലൈഹി ബഅദ ദാലിക്, നേരത്തെ പറഞ്ഞ കാരണം അദ്ദേഹത്തിന് ശേഷം ഇതൊക്കെ ആവശ്യമായി വരേണ്ട അവസരം വരുമ്പോൾ ചില്ലിക്കാശ് കയ്യിലില്ലാതെ അയാളാകെ കഷ്ടപ്പെടും. അതുകൊണ്ട് സംഗതി ഇതൊക്കെ അനുവദനീയം തന്നെയാണെങ്കിലും എങ്ങനെയാണെങ്കിൽ ശറഈന്റെ ഏതെങ്കിലും ഒരു നിയമത്തെ കാറ്റിൽ പറത്തണം എന്ന ദുരുദ്ദേശമൊന്നും ഇല്ലാതെയാണെങ്കിൽ അനുവദനീയം എന്ന് പറഞ്ഞത് കേട്ടോ. അതുണ്ടെങ്കിൽ നിഷിദ്ധാണ്, അതല്ലെങ്കിൽ തന്നെയും ജായിസാണ് സംഗതിയെങ്കിലും ഒഴിവാക്കലാണ് ഇതിൽ നല്ലത് എന്ന് വളരെ ഗൗരവത്തോടുകൂടെ അവർ ഉപദേശിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും. മാത്രമല്ല ഒരാൾ ജീവിതകാലത്ത് തന്നെ അയാൾ സ്വത്താണ് വിഹിതം വെച്ച് പോയാൽ ഉണ്ടാകുന്ന മറ്റൊരു അപകടം എന്താ? അയാൾ മരിക്കുന്ന അവസരത്തിൽ അയാൾക്ക് കടബാധിതനായിക്കൊണ്ട് അയാൾ മരിച്ചു എന്ന് സങ്കല്പിക്കുക. അള്ളാഹു നമ്മളെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരാൾ മരണപ്പെടുന്ന വേളയിൽ അയാൾക്ക് കടബാധ്യതയോടുകൂടെയാണ് അയാൾക്ക് മരിക്കേണ്ടി വന്നത്. ആ കടം ആര് വീട്ടും? ആരാണ് ആ കടം വീട്ടുക? അത് ചിലപ്പോൾ നമ്മൾ പറയാം ആ മക്കളൊക്കെ വീട്ടൂലേ. മക്കൾക്ക് വീട്ടാൻ ബാധ്യതയൊന്നുമില്ലല്ലോ. അരെ ബാപ്പന്റെ സ്വത്തിൽ നിന്നല്ലേ, അത് ബാപ്പയുടെ സ്വത്തിൽ നിന്നല്ലേ അത് വിഹിതം വെക്കേണ്ടത്. ബാപ്പയുടെ സ്വത്ത് വിഹിതം വെക്കുന്നതിൻ്റെ മുമ്പേ ചെയ്യേണ്ട കാര്യം എന്താണ്? ഖുർആൻ പറഞ്ഞ പൊരുതത്വമുണ്ട്. കടമുണ്ടെങ്കിൽ, വസിയത്തോ കടമോ ഒക്കെ ഉണ്ടെങ്കിൽ അത് കഴിച്ച് ബാക്കിയാണ് അനന്തര സ്വത്ത് എന്ത് ചെയ്യേണ്ടത്? വിഹിതം വെക്കേണ്ട അവകാശികൾക്ക് കിട്ടുക. പക്ഷെ ഇയാൾ മരിച്ചു പോകുന്ന നേരത്തെ ഇയാളെല്ലാം മുൻകൂട്ടി തന്നെ ഒക്കെ കൊടുത്തു കഴിഞ്ഞു. ഇയാളെ കയ്യിൽ ഒന്നുമില്ല, കടക്കാരനായിട്ട് ഇയാൾ മരിച്ചുപോയി. ആരാ ഇയാളുടെ കടം വിട്ടുക? ഇയാളുടെ കടം വിട്ടാൻ ഇയാൾക്ക് സ്വത്തുണ്ടോ? ഇല്ല, അതൊക്കെ മറ്റുള്ളവരുടേതായി. ഇനി അവരുടെ ഔദാര്യത്തിൽ അവർ ചെയ്തെങ്കിൽ ആയി. അപ്പൊ അതും പ്രശ്നമല്ലേ? അതൊക്കെ കൊണ്ട് തന്നെയാണ് പണ്ഡിതന്മാരെന്ത് പറയുന്നത്?
ഇതാ നിങ്ങളുടെ മാതാപിതാക്കളോടൊക്കെ പറയുന്നത് എന്ത്? അങ്ങനെ നിങ്ങൾ ജീവിതകാലത്ത് ചെയ്യാതിരിക്കലാണ് നല്ലത് എന്ന്. അപ്പം അതൊക്കെ ഈ വിഷയത്തിൽ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ള നിയമങ്ങളെ അതിൻ്റേതായ രൂപത്തിൽ തന്നെ നിലനിർത്തലാണ് എപ്പോഴും നല്ലത്. പഴുതുകൾ തേടി പോകുമ്പോൾ അതിൻ്റേതായ ചില പരിക്കുകളൊക്കെ ഉണ്ടാകും. അത് നമ്മൾ മനസ്സിലാക്കുക. വിഷയത്തെക്കുറിച്ച് നമ്മൾ ഗൗരവത്തോടുകൂടെ ആലോചിക്കുക. ഇത്തരം കേസുകളൊക്കെ പലപ്പോഴും പലർക്കും ഉണ്ടാവാറുണ്ട്. അങ്ങനെ വിഹിതം വെച്ച് പോയ പലർക്കും ദുരനുഭവങ്ങളുണ്ടായ അനുഭവങ്ങളും ചരിത്രങ്ങളുമൊക്കെ നമ്മുടെ കാതുകളിലുണ്ട്, നമ്മുടെ ഓർമ്മകളിലുണ്ട്. അതൊക്കെ നമ്മൾ മനസ്സിരുത്തി കൊണ്ട് തന്നെ ചിന്തിക്കുക. ഇനി വിഹിതം വെക്കുമ്പോൾ തന്നെയും, ജീവിതകാലത്ത് വിഹിതം വെക്കുമ്പോൾ തന്നെയും അനന്തരാവകാശികളായ ആളുകൾക്ക് കൊടുക്കുന്ന അതേപോലെ തന്നെ കൊടുക്കുകയാണ് വേണ്ടത് എന്നാണ് ധാരാളം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അതായത് ജീവിതകാലത്ത് ഞാൻ ഓഹരി വെക്കുകയാണ്, അപ്പോൾ ആൺമക്കൾക്കും പെൺമക്കൾക്കൊക്കെ തുല്യമായിട്ട് കൊടുക്കുക. അതല്ലാതെ അള്ളാഹ് നിശ്ചയിച്ച ആ രൂപത്തിൽ തന്നെയാണ് ചെയ്യേണ്ടത്. അതേപോലെ കല്യാണം കഴിഞ്ഞ പെൺമക്കളുണ്ട്. ആ പെൺമക്കളിൽ കല്യാണം കഴിഞ്ഞ പെൺമക്കളുണ്ട്, കഴിയാത്ത പെൺമക്കളുണ്ട്. കഴിയാത്ത പെൺമക്കൾക്ക് വേറെ, കഴിഞ്ഞ പെൺമക്കൾക്ക് വേറെ, അങ്ങനെയൊന്നും പറ്റൂല. അവരെയും സമപ്പെടുത്തണം. പെൺകുട്ടികൾ കല്യാണം കഴിഞ്ഞോ ഇല്ലേ എന്നുള്ളതല്ല, അങ്ങനെ കൊടുക്കുമ്പോൾ അവർക്ക് സമമായിട്ട് കൊടുക്കണം. ആണുങ്ങൾക്ക് കിട്ടേണ്ട അവകാശം എന്താണോ അതും അങ്ങനെയും നൽകണം. ഇതൊക്കെ ആ വിഷയത്തിൽ ശ്രദ്ധിക്കപ്പെടേണ്ടുന്ന കാര്യങ്ങളാണ്. ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ആ വിഷയത്തിൽ നിലവിലുണ്ടാകാം. എന്തായിരുന്നാലും വിഷയത്തിൻ്റെ പ്രാധാന്യവും ഗൗരവവും നമ്മൾ മനസ്സിലാക്കുക. പലപ്പോഴും ഇതൊക്കെ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നു. അതിൻ്റേതായ പല പ്രയാസങ്ങളും ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാഫിയായ ഇൽമ് നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ.